കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ 51 യുവതികൾ കയറി എന്ന് പറഞ്ഞ് കള്ള സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. ഞെട്ടൽ ഉളവാക്കുന്ന, ഭീതി ഉളവാക്കുന്ന കാര്യമാണ്. 51 യുവതികൾ ശബരിമലയിൽ കയറി എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. സുപ്രീം കോടതിയോട് പച്ച കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന ആൾക്കാരുടെ ഫോൺ നമ്പർ, ആധാർ കാർഡ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതിൽ പലരോടും ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ സംസാരിച്ച ഒരാളുടെ ഫോൺ സംഭാഷണങ്ങളാണ്. நவம்பர் 17 சார் உங்கள் கூட யங் ஃபீமேல்ஸ் ஏதாவது இருந்தா சார்? எங்க ஃபீமேல் யாரும் இல்ல. எங்க மதர் வந்து 51 பிளஸ். அவங்க வந்தோம். மதர் 51 பிளஸா? எஸ் சார். ஓகே ஓகே. உங்க பேர் என்ன சார்? எங்க பேர் வெங்கடேஷ், எங்க அம்மா பேர் சுலோச்சனா, எங்க பேர் வந்து தினேஷ். நான் 3 பேர் ஒண்ணா வந்தோம். എന്റെ പേര് വെങ്കടേഷ്, എന്റെ അമ്മയുടെ പേര് സുലോചന. ഞങ്ങൾ 3 പേര്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടെയാണ് വന്നിരുന്നത്. 51 വയസ്സായ ആ അമ്മയുടെ പ്രായം 49 വയസ്സാണെന്ന് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ കള്ളം പറഞ്ഞിരിക്കുകയാണ്. എന്തൊരു കള്ളത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരനാകാം, കമ്മ്യൂണിസ്റ്റുകാരനാകാം, BJP-കാരനാകാം, പക്ഷേ ഇത്ര വലിയ കള്ളത്തരം നടക്കുന്നതാണ് ഫാസിസത്തിന്റെ കുളമ്പടി ശബ്ദങ്ങൾ. ഇതാണ് സ്റ്റാലിനിസം. സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പച്ച കള്ളം പറഞ്ഞു. 51 യുവതികൾ കയറിയുന്ന ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, നട്ടലില്ലാത്ത പച്ച കള്ളം കേരള സർക്കാർ പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 51 പേരുടെ പേര്, അവരുടെ ആധാർ നമ്പർ, മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട്. എന്തൊരു വലിയ മണ്ടത്തരവും കള്ളത്തരവുമാണ് ഇത് ചെയ്തവൻ. ആന കള്ളനും ആന മണ്ടനുമാണ്. ഈ മൊബൈൽ ഫോണുകളിൽ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, ഒന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ യുവതികൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ യുവതികളുടെ പ്രായം കൂടുതലാണ്. വെറും കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ദേവസ്വം മന്ത്രി മറ്റൊരു മുൻകൂർ ജാമ്യവും ആദ്യം എടുത്തിട്ടുണ്ട്. ദേവസ്വം മന്ത്രി പറയുന്നത് ശബരിമലയിൽ നിന്ന് താഴേന്ന് മേളിലോട്ട് പോയി ദർശനം നടത്തിയോ എന്ന് അറിയില്ല എന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? 2 യുവതികൾ ഓൾറെഡി കയറി, ഇന്ന് 3ാമതൊരാളും കയറിയിട്ടുണ്ടല്ലോ, എന്താ ഹർത്താൽ നടത്താത്തതെന്ന്. എവിടെ നിന്ന് കിട്ടി ഈ 51 പേരുടെ കണക്ക്? എന്തു വലിയ കള്ളമാണ് പറയുന്നത്. ശ്രീ പിണറായി വിജയൻ, താങ്കൾക്ക് നാണമില്ലേ? ഒരു മിനിമം മര്യാദ ഈ ജനതയോട് കാണിക്കണ്ടേ? നിങ്ങൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ ആകാം, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആകാം. സുപ്രീം കോടതിയോട് ഇത്ര പച്ച കള്ളം, പച്ചയ്ക്ക് പിടിക്കാൻ പോകുന്ന നാണം കെട്ട കള്ളം പറയുന്നത്. ദൈവദോഷം പോട്ടെ, നിങ്ങൾ ദൈവവിശ്വാസികളല്ല, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനോട് ചെയ്യുന്ന ക്രിമിനാലിറ്റി അല്ലേ? ഇതൊരു ക്രിമിനൽ നടപടിയല്ലേ സുപ്രീം കോടതിയിൽ കള്ളം പറയുക എന്നുള്ളത്? കള്ള സത്യവാങ്മൂലം അല്ലെങ്കിൽ കള്ള സബ്മിഷൻ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. 51 യുവതികൾ കയറിയെന്ന്. ഇത്ര വലിയ കള്ളം പറയാൻ ഈ ധാർഷ്ട്യം കാണിക്കുന്നത് ശരിയല്ല. ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ശബരിമല യുവതി വിഷയത്തിൽ നമുക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായം കാണാം. ചിലർക്ക് യുവതികൾ കയറണമെന്നായിരിക്കാം, ചിലർക്ക് യുവതികൾ കയറണ്ടെന്നായിരിക്കാം, വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം. സുപ്രീം കോടതിയിൽ ശ്രീലങ്കൻ യുവതിയുടെ കാര്യത്തിൽ പച്ച കള്ളം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വീണ്ടും പച്ച കള്ളം പറയുന്നു എന്ന ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. ശ്രീലങ്കൻ യുവതിയുടെ കാര്യം വിഷ്വൽ എവിഡൻസോടുകൂടി ഞങ്ങൾ പൊളിച്ചു. കാര്യം ഇവർ കൊടുത്ത ശ്രീലങ്കൻ യുവതിയുടെ ചിത്രം വേറെ, മറ്റേ CCTV-യിൽ വന്ന യുവതിയുടെ ഇരുമുടിക്കെട്ടിലെ നിറം വേറെ. ആ പച്ചക്കള്ളം പൊളിഞ്ഞപ്പോ ഇപ്പൊ സുപ്രീം കോടതിയിൽ ഔദ്യോഗികമായി കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള അപമാനമാണ്, ഭരണഘടനയോടുള്ള അപമാനമാണ്, സുപ്രീം കോടതിയോടുള്ള അവഹേളനമാണ്, കേരള ജനതയെയും മാധ്യമങ്ങളെയും വഞ്ചിക്കലാണ്. ഇതിന് മീഡിയക്കാർ കൂടെ നിൽക്കണം. ഈ വിഷയത്തിൽ കേരള ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ ലെഫ്റ്റിസ്റ്റ് ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് കള്ളം പറയുകയാണ്. ഈ ലിസ്റ്റുകൾ, മൊബൈൽ നമ്പറുകൾ എല്ലാം അവൈലബിൾ ആണ്. അവരിൽ പലരെയും വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാം. കുറച്ചധികം ആൾക്കാരെ വിളിക്കാൻ കഴിഞ്ഞു. അവരെല്ലാം ഇത് തെറ്റാന്ന് വെരിഫൈ ചെയ്തും കഴിഞ്ഞു. അങ്ങനെ സുപ്രീം കോടതിയിൽ സർക്കാർ കള്ളം പറയും. അങ്ങനെ യുവതികൾ കയറിയെങ്കിൽ CCTV വിഷ്വലുകൾ വെളിയിൽ വിടാൻ വെല്ലുവിളിക്കുകയാണ് കേരള സർക്കാരിനെ. ശ്രീ പിണറായി വിജയൻ അവർകളെ വെല്ലുവിളിക്കുകയാണ്. അവിടെ ഒരുപാട് CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, CCTV ക്യാമറകളുണ്ടല്ലോ. അങ്ങനെ യുവതികൾ ശബരിമല സന്നിധാനത്ത് കയറി, അതിക്രമിച്ച് കയറിയെന്ന് തെളിവ് ഉണ്ടെങ്കിൽ CCTV വിഷ്വൽസ് വെളിവിടണം. ഇല്ലെങ്കിൽ ഈ പറ്റിക്കലിന്, കള്ളത്തിന്, ഈ തട്ടിപ്പിന് കേരള ജനതയോട് മാപ്പ് പറയാൻ കഴിയണം. ഇത്ര വലിയ കള്ളത്തരം ഒരു സർക്കാരും ചെയ്യരുത്. ഇത് വെറും കള്ളമാണ്, ഇത് ശുദ്ധ നുണയാണ്. സുപ്രീം കോടതിയിൽ കേരള സർക്കാർ കള്ളം പറഞ്ഞിരിക്കുന്നു. ശ്രീലങ്കൻ യുവതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ കള്ളം പറഞ്ഞിരിക്കുന്ന ഗൗരവതരമായ കാര്യം ഓരോ മലയാളികളും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഗൗരവമായിട്ടെടുത്ത് അതിനെ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.